ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ തെറ്റണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കട്ടാ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് ഇന്നൊരു പുതിയ കിടുക്കൻ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഡേറ്റ്സ് ലഡു. ഇച്ചിരി ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. സാധാരണ നമ്മുടെ ഈന്തപ്പഴം ലഡു അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിത് എങ്ങടാണ് ഈ നടന്നു പോണേത്. വേറൊന്നുമില്ലെന്നേ, നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈന്തപ്പഴം തപ്പി ഇറങ്ങിയതാ. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. പക്ഷേ നമ്മുടെ പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ, എന്താണ് കൊക്കിന് ഒതുങ്ങനെ കൊത്താവൂ എന്ന്. അതുകൊണ്ട് അതെന്റെ കൊക്കിന് ഒതുങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ എനിക്ക് കൊത്താൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി. അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ചു ഈന്തപ്പഴമാണ്. ഇത് നല്ലോണം പഴുത്തുള്ള ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഈന്തപ്പഴത്തിന്റെ കുരുവൊക്കെ മാറ്റി നമ്മൾ ഈന്തപ്പഴം മാത്രമല്ല നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്യണം. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചക്കയും മാങ്ങയും തേങ്ങയും കിടക്കണ പോലെ തന്നെ ഇവിടെ ഓരോ വീട്ടിലും ഈന്തപ്പഴം കിടക്കുന്നത്. ഇത് രസാ കാണാൻ വേണ്ടി. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചവർപ്പും ചെറിയ ഒരു മധുരിപ്പും കൂടിയ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ പച്ച ഈന്തപ്പഴത്തിന്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ ഈന്തപ്പഴം ഒക്കെ എടുത്ത് ഒരു മിക്സി ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എല്ലാം തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിലെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടോ അത് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് കാഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ബദാം, കുറച്ച് വാൾനട്ട്. ഈ നമ്മുടെ കയ്യിലുള്ള കാഷ്യൂവും ബദാമും വാൾനട്ട് എല്ലാം തന്നെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു സ്മോൾ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക, കുറച്ച് ഗീ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം നമുക്ക് നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗീല് നല്ലതുപോലെ വേണം നമുക്ക് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നേരത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക. ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വലിയ ബോളാക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അതിനെ ഉണ്ടാക്കാം. ഞാനിപ്പോ ഇവിടെ ലഡുവിന്റെ ഷേപ്പ് ആക്കി എടുത്തേക്കണം. ഡേറ്റ്സ് ലഡു എന്ന് പറയുമ്പോൾ ലഡുവിന്റെ ഷേപ്പ് തന്നെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ബോൾ രൂപത്തിലാണ് എല്ലാം എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടി നമ്മുടെ വൈറ്റ് എള്ള് നമ്മൾ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭവം റെഡിയായി. ഇനി അങ്ങ് കഴിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ലഡു. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്.